ഹലോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ വീഡിയോ. ഞാനൊരു ടീക്കേഷന് പോവാണ്. അപ്പോൾ ഇത് എനിക്കൊരു 8 മന്ത്സ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. നാട്ടിലല്ലാതിരുന്നത് കൊണ്ട് തന്നെ പ്രഗ്നൻസിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഫങ്ഷൻസ് എനിക്ക് നടത്താൻ പറ്റിയില്ല. സോ അതുകൊണ്ട് എൻ്റെ സ്നേഹസമ്പന്നനായ ഹസ്ബൻഡ് എനിക്കൊരു ടീക്കേഷൻ പ്ലാൻ ചെയ്ത് സർപ്രൈസായിട്ട് എന്നെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞു ഇന്ന സ്ഥലത്തോടെ പോകുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇത് നമ്മൾ വന്നിരിക്കുന്നത് ദുബായിലാണ്. അപ്പോൾ അവിടെ നല്ല കൊളോണിയൽ സ്റ്റൈലിലുള്ള ബിൽഡിങ്ങും പിന്നെ ഈ പള്ളി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ആ വഴി നമ്മൾ പോവാണ്. എനിക്ക് തോന്നുന്നു ആ ഹോട്ടലിൻ്റെ പേര് ഹയാത്ത് സെൻട്രിക് എന്നാണെന്ന്. സോ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ വഴി. ഇതാ കാണുന്നതാണ് നമ്മൾ പോകുന്ന ഹോട്ടൽ. നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഇപ്പോൾ ടീക്കേഷൻ എന്ന് പറയുമ്പം ആഫ്റ്റർനൂൺ ടീ അതാണ് അവർ പറയുന്നത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 150 ദിറംസോ മറ്റോ ആണ് നമുക്കായത്. സോ നമുക്ക് ആംബിയൻസ് യൂസ് ചെയ്യാം, ആ കഫേയിൽ നമുക്ക് ഇരുന്ന് വർക്ക് ചെയ്യാം, അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. സോ ഇതാണ് ഹയാത്ത് സെൻട്രിക്. ഞങ്ങൾ പോയ സമയം എന്ന് പറഞ്ഞ ഒരു ക്രിസ്മസ് ടൈമാണ്. അപ്പോൾ മൊത്തത്തിലൊരു ലൈറ്റിങ്ങും സെറ്റപ്പും ഒക്കെ ഒരു ക്രിസ്മസിൻ്റെ അലങ്കാരമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കംപ്ലീറ്റ് ആയിട്ട്. ഇത് മാത്രമല്ല, എന്ത് നല്ല സർവീസ് ആണെന്നറിയോ, വെരി നൈസ് പീപ്പിൾ. അപ്പോൾ ഇതാണ് ക്രിസ്മസ് ട്രീ. അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. നമുക്ക് ഈ ഒരു കോസി ഫീലിംഗ് ആണ് ഇതിനകത്ത് കയറുമ്പോഴേ. നമുക്കിത് നേരത്തെ വിളിച്ച് ചോദിച്ച് ബുക്ക് ചെയ്യാം ആഫ്റ്റർനൂൺ ടീ. ഇത് ഈ ഹോട്ടലിനകത്തൊരു കഫേ ഉണ്ട്. അപ്പോൾ ആ കഫേയിൽ നമുക്ക് ആഫ്റ്റർനൂൺ ടീക്ക് വേണ്ടി ബുക്ക് ചെയ്ത് വരാം. അങ്ങനെയാണ് ഞങ്ങൾ പോയത്. നേരത്തെ വിളിച്ച് ചോദിച്ചാൽ മതി. ഇവിടുത്തെ വ്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ വെളിയിലെ അന്യായ വ്യൂ ആണ്. കണ്ടില്ലേ, നമുക്കിങ്ങനെ ഒരു സീ വ്യൂ കിട്ടും. ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് ഇറ്റ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം ഞാനൊരു ലക്ഷറി എന്ന് പറഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഹോം അലോൺ മൂവിയും ആ ഒരു ആംബിയൻസും ഒക്കെയാണ്. ക്രിസ്മസ് ട്രീ ആയാലും ആ കഫേയുടെ ഒരു സ്റ്റൈലാണെങ്കിലും കംപ്ലീറ്റ്ലി ഒരു ഇംഗ്ലീഷ് ടച്ചാണ്. സോ ഇതിന് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കഫേയുടെ അകത്തിരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ വെളിയിലായാലും നമുക്ക് കഴിക്കാം. അങ്ങനെ 2 ഓപ്ഷനുണ്ട്. ഞങ്ങൾ വെളിയിലാണ് ചൂസ് ചെയ്തത്. ബിക്കോസ് നല്ല ആംബിയൻസ് ആണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, കാറ്റൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഡിസംബർ മാസങ്ങളിൽ ദുബായിലൊക്കെ എന്ന് വെച്ചാൽ ദുബായ് അബുദാബിയിലൊക്കെ UAE പൊതുവെ അത്യാവശ്യം നല്ല തണുത്ത ഒരു കാലാവസ്ഥയാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളപ്പോൾ വെളിയിലാണ് ഇരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഒക്കെ എടുത്ത് ചുമ്മാ ഷോ കാണിക്കുകയാണ്. ബിക്കോസ് നമുക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഫോർ ദ ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നത്. അവിടെയൊക്കെ ഇരിക്കുന്നവരൊക്കെ ചുറ്റുമുള്ളവരൊക്കെ ഫോറിനേഴ്സാണ്. ഞാനും ഫോണെടുത്ത് ചുറ്റുമൊക്കെ ഷൂട്ട് ചെയ്യുകയാണ്. അതുമല്ല മാക്സിമം അതിൽ നടക്കുന്ന ആളുകളെ ഒന്നും നമ്മുടെ വ്ളോഗിൽ വരുത്താതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ എൻ്റെ കോഫി വന്നു. ഇതാണ്. അവർ ചോദിച്ചിരുന്നു ലാറ്റെ വേണോ അതോ ബ്ലാക്ക് കോഫി ആണോ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം. ലാറ്റെ എന്ന് പറയുമ്പം പാല് ചേർത്ത കാപ്പി. ഞാൻ ലാറ്റെയാണ് ഓർഡർ ചെയ്തത് എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇത് വന്ന ഉടനെ അങ്ങ് കലക്കി, ഒരു ഫോട്ടോ പോലും എടുക്കാതെ. അത് കഴിഞ്ഞാണ് ഞാൻ ഓർത്തത്. പിന്നെ അങ്ങനെ അത് കലക്കി നമുക്ക് ഷുഗറൊക്കെ തരുമല്ലോ, ഇങ്ങനെ സ്റ്റിക്ക് ഷുഗർ കിട്ടും. അപ്പോൾ അത് പൊട്ടിച്ച് നമ്മൾ ഇട്ടാൽ മതി. സോ എവിടെ നമ്മൾ ആഫ്റ്റർനൂൺ ടീക്ക് പോയാലും അവിടെയുള്ള മെയിൻ സാധനമാണ് ഈ സ്റ്റാൻഡിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ട്രൈ ചെയ്യാൻ തരുന്ന ഐറ്റംസ്. ആദ്യം ഞാൻ ഈ കുക്കിയാണ് കഴിച്ചത്. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള കുക്കിയായിരുന്നു. പക്ഷെ ബാക്കി ഒരു സാധനങ്ങൾക്ക് ഓവറായിട്ട് മധുരമോ അങ്ങനെയൊന്നുമില്ല. എല്ലാം യോഗേർട്ടൊക്കെ ചേർത്തിട്ട് മധുരമൊക്കെ വളരെ സട്ടിലായിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലുള്ള സാധനങ്ങളായിരുന്നു എല്ലാം. സോ ഫസ്റ്റ് ഒരു കുക്കിയാണ്. അത് മുടിയെടുത്ത് ട്രൈ ചെയ്യുന്നുണ്ട്. ആദ്യം കൈയൊക്കെ നന്നായിട്ട് തുടയ്ക്കുന്നുണ്ട്. ബിക്കോസ് നമുക്ക് വെറ്റ് വൈപ്സും അതുപോലെ തന്നെ ദേഹത്ത് വീഴാതിരിക്കാനായിട്ട് ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, മടിയിൽ വിരിക്കാനായിട്ട് തരും. അതെല്ലാം തന്നു. സോ നമ്മുടെ ഫസ്റ്റ് ഐറ്റം വന്നു. പിന്നെ നമ്മൾ കത്തി മുളും വെച്ചിട്ടാണ് കഴിക്കുന്നത്. സോ ഇതൊക്കെ നമുക്ക് പൊതുവെ ശീലമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ വലത്തെ കയ്യിൽ കത്തി, നമ്മുടെ ഇടത്തെ കയ്യിലാണ് നമ്മൾ
ഫോർക്ക് പിടിക്കേണ്ടത്. നൈഫും ഫോർക്കും അങ്ങനെ പിടിച്ച് കഴിച്ച് നോക്കി. ഫസ്റ്റ് ഐറ്റം പറഞ്ഞു വളരെ സട്ടിലായൊരു മധുരമുള്ള ഒരു പേസ്ട്രി അല്ലെങ്കിൽ ഒരു സ്മോൾ പൈ എന്നൊക്കെ പറയാൻ പറ്റുന്ന സാധനമാണ്. ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് രണ്ടാമതും അത് കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്കും തന്നു, ഞാൻ കഴിച്ചു. അതിനുശേഷം നെക്സ്റ്റ് എടുത്തത് ഒരു സാൻഡ്വിച്ച് ആയിരുന്നു. സാൻഡ്വിച്ച് തന്നെ ഇതിൽ പല ടൈപ്പ് സാൻഡ്വിച്ചസും ഉണ്ട്. അപ്പോൾ ഇതിനകത്തെ ഫില്ലിങ് ചീസും എഗ്ഗും ആയിരുന്നു ഫില്ലിങ്. അങ്ങനെ അത് കഴിച്ചു. അവിടെ ഇരിക്കുന്ന വേറെ ആരുടെയും ടേബിളിൽ ഈ ആഫ്റ്റർനൂൺ ടീ പരിപാടിയില്ല. നമ്മൾ മാത്രമുള്ളായിരുന്നു അവിടെ ഇത് ഓർഡർ ചെയ്തത്. നെക്സ്റ്റ് ഈ റാസ്ബെറി പൈ ആണ് ഉണ്ടായിരുന്നത്. ഞാനത് കഴിച്ചു നോക്കി. അതൊരു യോഗട്ട് ഫീലിംഗ് ഉള്ള റാസ്ബെറി പൈ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, എൻ്റെ ഫേസ് അങ്ങനെ ഇരുന്നാലും. പിന്നെ വന്നത് ഒരു ക്യാപ്സിക്കം ഒക്കെ ഉള്ള ഒരു സാൻഡ്വിച്ചാണ്. ക്യാപ്സിക്കം പിന്നെ എന്തോ ഒരു ലീഫും ഉണ്ടായിരുന്നു, എനിക്കറിയില്ല, പല ടൈപ്പ് ക്യാപ്സിക്കം വിത്ത് ചീസ്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷം എഗെയിൻ യോഗട്ടും ഒരു ബ്ലൂബെറി ഫില്ലിങ്ങും പിസ്തയും കൂടെയുള്ള ഒരു പൈ. എന്താ ടേസ്റ്റ് എന്നറിയോ? പ്രീമിയം ടേസ്റ്റ് അല്ലേ, ആ ഒരു ലെവലാണ് ഇതിൻ്റെ ഒരു രുചി. അതിനുശേഷം കഴിച്ചത് ഈ സാധനമായിരുന്നു. ഇത് ഒരു ചിക്കൻ ഫില്ലിംഗ് ഉള്ള, ചീസിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഉള്ള ഒരു ഐറ്റം ആയിരുന്നു. വെരി ടേസ്റ്റി, നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. കുക്കുംബറൊക്കെ കൊണ്ട് ഇങ്ങനെ അടിപൊളി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. ഇതും തകർപ്പൻ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ചുമ്മാ പറയുന്നതല്ല, എല്ലാം നല്ല ടേസ്റ്റുള്ള ഐറ്റംസ് ആയിരുന്നു. ഇഷ്ടപ്പെടാത്ത ഐറ്റംസും ഉണ്ട്, അത് നമുക്ക് വഴിയെ കാണാം. പിന്നെ മഫിനാണ് ട്രൈ ചെയ്തത്. മഫിൻ ബ്ലൂബെറി അല്ല സ്ട്രോബെറി ആണെന്ന് തോന്നുന്നു, ഒരു ജാമും പിന്നെ ബട്ടറും രണ്ടും കൂടെ പുരട്ടിയിട്ട് കഴിക്കണം. അടിപൊളിയായിരുന്നു. ഞാൻ പ്രിഡോമിനൻ്റ്ലി ഒരു കോഫി പേഴ്സൺ ആണ്, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒരു ടീ പേഴ്സൺ ആണ്. അങ്ങനെ ടീ ആയിരുന്നു ഓർഡർ ചെയ്തത്, അതും ബ്ലാക്ക് ടീ. അതിനുശേഷം ഞാൻ ട്രൈ ചെയ്തത് ഒരു ലെമൺ പൈ ആണ്. സാധനം അടിപൊളിയാണ്. ഞാൻ അങ്ങനെ ട്രൈ ചെയ്യുന്ന വീഡിയോ ആണിത്. ഇതാണ് ഞാൻ പറഞ്ഞ ആർക്കും ഇഷ്ടപ്പെടാഞ്ഞ സാധനം. ഇത് പച്ച മീനാണ് മേളിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ മലയാളികൾക്ക് അങ്ങനെ കുക്ക് ചെയ്ത് മീൻ കഴിച്ച് ശീലിച്ചതുകൊണ്ട് ഇത് അത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഞാൻ കഴിച്ചില്ല, ഗർഭിണി ആയിരുന്നുകൊണ്ട്, പച്ച മീനായതുകൊണ്ടും. എൻ്റെ ഹസ്ബൻഡ് അത് കഴിച്ചു നോക്കി, ഒറ്റ ഒരു പോർഷനേ കഴിച്ചുള്ളൂ, അതോടെ നിർത്തി. പിന്നെ ട്രഫിളാണ് കഴിച്ചത്. ചോക്ലേറ്റ് ആണ്, കംപ്ലീറ്റ്ലി ഡാർക്ക് ചോക്ലേറ്റ്, ഷുഗറൊന്നും ഇല്ലാത്ത, എനിക്ക് സട്ടിലായിട്ട് ഷുഗറുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള സാധനമാണ്. നല്ല ഓവറായിട്ടുള്ള ചോക്ലേറ്റ് ഇഷ്ടമുള്ള ആളുകൾക്ക് കഴിച്ചാൽ ഇഷ്ടപ്പെടും. എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. ഇതെനിക്ക് തോന്നുന്നൊരു 80% ചോക്ലേറ്റ് ആണ്, 80% കൊക്കോ ആണ് ആക്ച്വലി. കണ്ടില്ലേ, കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ടേബിൾ ഒരു യുദ്ധം കഴിഞ്ഞ പോലുണ്ട്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ചുറ്റും നോക്കുമായിരുന്നു, എന്താ രസമുള്ള സ്ഥലം. ഇവിടെ ഇങ്ങനെ ഇരുന്ന് പാട്ട് കേൾക്കാനും ഒരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്, കാലിയായിട്ടിരിക്കുന്നു. സോ എൻ്റെ ഹസ്ബൻഡ് വീണ്ടും വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ഈവൻ ഇഫ് നമുക്ക് ഓഫായിട്ടുള്ള ദിവസമാണെങ്കിലും പാവത്തിന് എപ്പോഴും ജോലിയാണ്. സത്യത്തിൽ ഇത് നമുക്ക് എപ്പോഴും പ്ലാൻ ചെയ്യാൻ പറ്റും. വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള 5 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ നമുക്കിങ്ങനെ കഫേയിൽ ടീക്കേഷന് പോകാൻ പറ്റും. അത് നമ്മുടെ നാട്ടിലും റിസോർട്ടുകളിലും വലിയ ഹോട്ടലിലും ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അറിവ്.
സത്യമായിട്ട് എനിക്കൊരു മറക്കാൻ പറ്റാത്ത ഒരു ഈവനിങ്ങും അനുഭവമൊക്കെ ആയിരുന്നു ഇത്. പ്രത്യേകിച്ച് ആ സീ വ്യൂവിലുള്ള ഒരു ഹോട്ടലായതുകൊണ്ട് ഞങ്ങൾ നടക്കാനൊക്കെ പോയി കേട്ടോ. ആ വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഇറ്റ് വാസ് വെരി നൈസ്. നല്ല ഹോട്ടലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു. അവിടുന്ന് രാത്രി തിരിച്ച് ഞങ്ങൾ നേരെ അബുദാബിക്ക് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.